നമുക്ക് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഇനിയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇതോടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. എല്ലാവർക്കും ശാന്തമായിരിക്കാം. ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കടന്നു വരുന്ന യുവകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുന്നു. മറന്നാലും മറക്കാൻ
ജീവിതം
ഹല്ലേലൂയ.
വായനയ്ക്കായി സവിശ്വാസം 5-ാം അധ്യായം. മകനെ വടതിരിവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ അതരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എൻ്റെ ബോധത്തിന് ചെവിച്ചയക്കാം. പരസ്ത്രീയുടെ അതരങ്ങളിൽ നിന്ന് തേൻ ഇറ്റിച്ചു വീഴുന്നു, അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു. പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും ഇരുവാഴ്ത്തല വാളുപോലെ മൂർച്ചയും ഉള്ളവൾ തന്നെ. അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു. ജീവന്റെ മാർഗത്തിൽ അവൾ ചെല്ലാതവളും അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു, അവൾ അറിയുന്നതുമില്ല. ആകയാൽ മക്കളെ, എൻ്റെ വാക്ക് കേൾപ്പീൻ, എൻ്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുത്. നിന്റെ വഴിയെ അവളോട് അകറ്റുക, അവളുടെ വീട്ടിൻ്റെ വാതിലോട് അടുക്കരുത്. നിന്റെ ഇവൾ ശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത്. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നുകളയരുത്, നിന്റെ പ്രയത്നഫലം വല്ലവൻ്റെയും വീട്ടിലായിപ്പോകരുത്. നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അയ്യോ, ഞാൻ പ്രബോധനം വെക്കുകയും എൻ്റെ ഹൃദയം ശാസനയെ നിരസിക്കുകയും ചെയ്തുവല്ലോ. എൻ്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്കുകൾ അനുസരിച്ചില്ല, എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. സഭയെയും സംഘത്തിൻ്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ എന്നിങ്ങനെ പറവാൻ സംഗതി വരരുത്. നിന്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീരും സ്വന്തം കിണറ്റിൽ നിന്നൊഴുകുന്ന വെള്ളവും കുടിക്കുക. നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതിയിലേക്കും ഒഴുകിപ്പോകണമോ? അവ നിനക്കും അന്യന്മാർക്കും കൂടെയല്ല, നിനക്ക് മാത്രമേ ഇരിക്കാവൂ. നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചുകൊള്ളുക, അവളുടെ പ്രേമത്താൽ നീ എല്ലായ്പ്പോഴും മക്കളായിരിക്കുക. മകനെ, നീ പരസ്ത്രീയെ കണ്ട് ഭ്രമിക്കുന്നതും അന്യസ്ത്രീയുടെ മാറിടം കഴിയുന്നതും എന്ത്? മനുഷ്യൻ്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, അവൻ്റെ നടപ്പ് ഒക്കെയും അവൻ തൂക്കി നോക്കുന്നു. ദുഷ്ടൻ്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും, തൻ്റെ പാപഭാഷങ്ങളാൽ അവൻ പിടിവിടും. പ്രബോധനം കേൾക്കയാൽ അവൻ മരിക്കും, മഹാഘോഷത്താൽ അവൻ വഴിതെറ്റിപ്പോകും. മകനെ, കൂട്ടുകാരന് വേണ്ടി നീ ജാമ്യം നിൽക്കുകയോ അന്യനു വേണ്ടി കൈയടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വായിലെ വാക്കുകളാൽ നീ കുഞ്ഞുപോയി, നിന്റെ വായിലെ മുടികളാൽ പിടിപെട്ടിരിക്കുന്നു. ആകയാൽ മകനെ, നീ ഇത് ചെയ്യുക, നിന്നെ തന്നെ പിടിപ്പിക്കുക. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെയും കർത്താവിൻ്റെ സന്നിധി നമുക്ക് പാടുവാനും പ്രാർത്ഥിക്കുവാനും വചനം വായിച്ച് കേൾപ്പിക്കുവാനൊക്കെ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു. ഇനി സന്ധ്യയെങ്കിൽ ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർ, ദാസിമാർ, കടന്നു വന്നിരിക്കുന്ന ഏവർക്കും, എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ മക്കൾക്കും, ഈ ദേശത്തുള്ള സകലർക്കും വേണ്ടി ഹല്ലേലൂയ. ഇന്ന് സന്ധ്യയെങ്കിൽ നിങ്ങളോടൊന്നിച്ച് ഈ സ്ഥലത്ത് കടന്നു വന്ന് കർത്താവിന്റെ വചനത്തെ ഘോഷിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ കൂട്ടിവരുത്തിയ വലിയ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഇന്ന് പകൽവേളയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ഒരു തിരുവചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് സാധ്യമായത് നാം ചെയ്യുക, നമുക്ക് അസാധ്യമായത് കർത്താവ് ചെയ്യും. നമുക്ക് സാധ്യമായത് നാം പ്രവർത്തിക്കുക, നമുക്ക് അസാധ്യമായത് കർത്താവ് പ്രവർത്തിക്കും. ഇന്ന് സന്ധ്യയിൽ ഞാൻ പറയുന്നു, നമുക്ക് സാധ്യമായ കാര്യം നാം ചെയ്യുക, നമുക്ക് അസാധ്യമായത് കർത്താവ് ചെയ്യും. ഇന്ന് സന്ധ്യയിൽ കർത്താവ് നമ്മുടെ സന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ട്. പരിശുദ്ധനായ ദൈവം നമ്മുടെ സന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ട്. നമ്മ ആൾക്കാരുടെ വലിപ്പത്തിലല്ല, നമ്മുടെ ശ്രേഷ്ഠനായ ദൈവത്തെ ഉയർത്തുവാൻ കിട്ടുന്ന ഒരവസരങ്ങൾ പോലും നാം പാഴാക്കുവാൻ പാടില്ല. നമുക്ക് ജീവൻ തന്നവൻ, നമുക്ക് ആയുസ് തന്നവൻ, നമുക്ക് ആരോഗ്യം
സത്യമെങ്കിൽ നിങ്ങളോടൊന്നിച്ചായിരിക്കാൻ ഈ കാൽവരി തറവാട്ടിൽ കടന്നു വരുവാൻ സ്വർഗത്തിൽ ദൈവം എന്നെ സഹായിച്ചു. കാൽവരി തറവാട് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മ പാപമൊഴികെ സകലത്തിനും നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച ആ കർത്താവിന്റെ ക്രൂശോട് അടുത്ത് വരുവാൻ ഇന്ന് സന്ധ്യയിൽ എന്നെയും കൂട്ടി വരുത്തി നിങ്ങളോടൊന്നിച്ചായിരിക്കാൻ ദൈവനെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. മുഖവര പറഞ്ഞ് അധിക സമയം ഞാൻ വൈകിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ നാമത്തെ നമുക്ക് ഉയർത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വചനം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 31-ാമത്തെ വാക്യം. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. ദൈവത്തിന്റെ വചനം ഒരിക്കൽ കൂടി ഞാൻ വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 31-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. ഈ വേദഭാഗം പറയുന്നത് പത്രോസിന്റെ അമ്മാവിയമ്മയെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ മുൻപിലത്തെ വചനം ഇങ്ങനെ വായിക്കുന്നു. അനന്തരം അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങി യാക്കോബും യോഹന്നാനുമായി സീമോന്റെയും അന്ത്രയോസിന്റെയും വീട്ടിൽ ചെന്നു. അവിടെ സീമോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവർ അവളെ കുറിച്ച് അവരോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. ഇന്ന് സന്ധ്യയിൽ ഞാൻ പറയുന്നു, നമ്മുടെ അവസ്ഥയിൽ, നമ്മുടെ വീഴ്ചയിൽ കൈക്ക് പിടിച്ചുയർത്തുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പ്രഘോഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. താൻ ദീനമായി കിടക്കുന്നു. തന്നെ കിടക്കമേലായിരിക്കുമ്പോൾ എഴുന്നേൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ കർത്താവ് വന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വീണ് കിടന്ന ഒരു അമ്മ, രോഗിയെ കിടക്കുന്ന വിശ്രമിക്കുന്ന ഒരു അമ്മയെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. യേശു കർത്താവ് നിന്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചാൽ അവിടെ വിടുതലുണ്ട്. യേശു കർത്താവ് നീ കിടക്കുന്ന കിടക്കയിൽ എഴുന്നേൽപ്പിച്ചാൽ പിന്നെ നീ കിടക്കുകയല്ല ചെയ്യുന്നത്, നീ അവനെ ശുശ്രൂഷിക്കും. നീ അവനെ ശുശ്രൂഷിക്കും. ആകെ കർത്താവിന്റെ കരങ്ങളിലാണോ നീ ഏൽപ്പിച്ചിരിക്കുന്നത്? കർത്താവാണോ നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്? ലജ്ജിക്കുവാൻ സംഗതി വരികയില്ല. ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, ഒരു പനി വന്നാൽ കൊറോണയുടെ സമയത്ത് നമ്മുടെ സ്വന്തക്കാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും, നാം പ്രസവിച്ച് വളർത്തിയ നമ്മുടെ ഓമന മക്കൾ പോലും കൊറോണ പിടിച്ച് കിടന്നാൽ അവനെ മറ്റൊരു സ്ഥലത്ത് പാർപ്പിക്കുന്ന സംഭവമുണ്ട്. എന്നാൽ മനുഷ്യൻ മാറ്റി പാർപ്പിക്കും, സകലനും മാറ്റി പാർപ്പിക്കും, സകലനും ക്വാറന്റൈൻ അകപ്പെടുത്തും. എന്നാൽ അവിടെയും ഇറങ്ങി വരുന്നു ഒരു യേശുവിന്റെ കരം. ഹല്ലേലൂയ. നിന്നെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കും. നിന്നെ കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചാൽ നീ അവരെ ശുശ്രൂഷിക്കും. എത്ര മഹത്തമായ കാര്യമാണ്. ആരാണ് നമ്മുടെ കൈക്ക് പിടിക്കുന്നത്? യേശു കർത്താവ്. ആകയാൽ എന്നെയും നിന്നെയും വീണ്ടെടുത്ത കർത്താവ് ദൈവത്തിന് സമർപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ അവൻ നിന്നെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമാണ്. എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങളെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരങ്ങളായി, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നീ രോഗക്കിടക്കയിലായിരിക്കുന്നു. യേശുവിനെ നീ ഉള്ളത്തിൽ വിശ്വസിക്കുക. യേശു നിന്റെ അരികിൽ വരുന്നു. യേശുവിനെ നീ സ്വന്തരക്ഷിതമായി സ്വീകരിക്കുക. അവൻ നിന്റെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചാൽ നിനക്ക് ഏത് വിട്ടുമാറാത്ത രോഗമായിരുന്നാലും, നിന്നെ അസ്വസ്ഥപ്പെടുന്ന ഏത് ദുഃഖകരമായ അവസ്ഥയായിരുന്നാലും, ഇന്ന് രാത്രി യേശു നിന്നെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചാൽ നീ അവന് വേണ്ടി ശുശ്രൂഷക്കാരായിരിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർക്കും. ഹല്ലേലൂയ. പനി പിടിച്ച രോഗാവസ്ഥയിലായിരുന്ന പത്രോസിന്റെ അമ്മയുടെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ വീണ്ടും അവൾ അടങ്ങി കിടക്കുവാനിടയായില്ല. ആ ശുശ്രൂഷ അനുഭവിച്ചുള്ള എന്ത് ചെയ്തെന്നറിയാമോ?
അവരെ ശുശ്രൂഷിക്കുവാൻ, അതായത് ദൈവഭൃത്യന്മാരെ ശുശ്രൂഷിക്കുവാൻ ആ മാതാവിന്റെ കരത്തെ ദൈവം ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽ സന്ധ്യയെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഇന്ന് പകൽക്കാലം കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? നിന്റെ അവസ്ഥയിൽ, നിന്റെ രോഗക്കിടക്കയിൽ, നിന്റെ സങ്കടങ്ങളിൽ, നിന്റെ പ്രയാസങ്ങളിൽ, നിന്റെ പ്രതിസന്ധികളിൽ, നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ, നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിലൊക്കെ നിന്നെ ലജ്ജിപ്പിക്കാൻ നിർത്തിയത് ഒരേ ഒരു കാര്യമാണ്, നമ്മുടെ യേശു കർത്താവ് നമ്മുടെ കരം പിടിച്ചത് കൊണ്ട് മാത്രമാണ്. ദൈവത്തിലല്ലാതെ നമ്മൾക്ക് മറ്റൊന്നിലും പുകഴുവാനില്ല. ഹല്ലേലൂയ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിനായി, പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അവൻ ഇരിക്കുന്ന ഇടത്തു നിന്നും നമ്മെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമാണ്. എന്നാൽ അവൻ കൈക്ക് പിടിച്ചാലും എഴുന്നേൽക്കാത്ത ചിലരെ കൂടെ നമുക്ക് പരിചയപ്പെടാം. ഹല്ലേലൂയ. നമ്മുടെ പാപം ഹേതുവായി നാം ഏത് സ്ഥാനത്ത് നിന്ന് നമ്മൾ എഴുന്നേൽക്കണമെന്നും ഇന്ന് സന്ധ്യയിൽ ഞാൻ പറയാം. നമ്മുടെ പാപം ഹേതുവായി നാം പാപികളാണ്. ആ പാപികളായിരിക്കെ തന്നെ ദൈവം നമ്മെ ഉയർപ്പിക്കുവാനിടയായി. എന്നാൽ ഹല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 35-ാം വാക്യം വായിക്കുമ്പോൾ ഞാൻ വേഗത്തിൽ പോകട്ടെ. ഹല്ലേലൂയ. അവിടെ കാണുവാനിടയായി, യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ നിന്ന് എല്ലാം വിട്ട് തന്റെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും ആടുമാടുകളെയും എല്ലാം കൂട്ടി ലാബാന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെടുവാനിടയായി. ആ പുറപ്പെടുമ്പോൾ തന്നെ ലാബാൻ പിൻചെല്ലിയത് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. അവന്റെ ഗ്രഹബിംബം വീട്ടിലില്ല. യാക്കോബിനോട് വന്ന് ചോദിക്കുന്നു, എന്റെ ഗ്രഹബിംബം എവിടെ? ഹല്ലേലൂയ. തന്റെ ഓമന പുത്രി അതെടുത്ത് അവൾ ഹല്ലേലൂയ ഇരിക്കുന്ന ഇടത്ത് ഒളിപ്പിച്ചു വെച്ചതിന്റെ പുറത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ യാക്കോബ് പറഞ്ഞു, ഞാൻ അന്യായമായി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ആരെങ്കിലും എടുത്താൽ അവർക്ക് തക്കതായ ശിക്ഷ, മരണയോഗ്യരായി തീരുമെന്ന് യാക്കോബ് ലാബാനോട് പറയുകയാണ്. എല്ലാവരോടും ചോദിച്ചു, എന്റെ ഗ്രഹബിംബം എവിടെ? ആരും അറിഞ്ഞില്ല. എന്നാൽ തന്റെ മകൾ അതെടുത്ത് ഒളിപ്പിച്ചു വെച്ചു എന്ന് അവൾക്ക് മാത്രമേ അറിയൂ. അപ്പൻ വന്നു എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റില്ല. അവൾ പഴുതു പറഞ്ഞു. എന്നാൽ അവളുടെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവൾ വിശ്വസിക്കുകയാണ്. ഞാൻ ദൈവസന്നിധി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവൾ വിശ്വസിക്കുന്നു. എന്നാൽ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാതെ ആയിരുന്നപ്പോൾ, യാക്കോബ് ദൈവവുമായുള്ള ബന്ധത്തിലായിരുന്നപ്പോൾ തന്നെ അവൻ പറഞ്ഞ കാര്യങ്ങൾ, ആ ഗ്രഹബിംബം ആര് മോഷ്ടിച്ചാലും അവർ മരണയോഗ്യർ. ആകയാൽ വഴി മധ്യത്തിൽ റാഹേൽ പട്ടുപോകുവാനിടയായി. എന്നാൽ ഇന്ന് പകൽക്കാലം, ഇന്ന് സന്ധ്യയിൽ ഞാൻ പറയട്ടെ, പാപത്തിന്റെ അധീനതയിൽ കിടക്കുന്ന ഓരോരുത്തരോട് ഞാൻ വിളിച്ചു പറയുന്നു, കർത്താവ് നിന്റെ കൈ പിടിച്ചാൽ നിനക്ക് പാപത്തിൽ നിന്നും വിടുതലുണ്ട്. ഹല്ലേലൂയ. ശാപത്തിൽ നിന്നും വിടുതലുണ്ട്. ഹല്ലേലൂയ. രോഗത്തിൽ നിന്നും വിടുതലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിന്നുകൊണ്ട് പറയുക, യേശുവേ എന്റെ കരം ഒന്ന് പിടിക്കുക. ഹല്ലേലൂയ. മനുഷ്യനെ തള്ളിക്കളഞ്ഞു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ യേശുനാഥാ, നീ എന്റെ അരികിലേക്കൊന്ന് വരിക, നീ എന്റെ അവസ്ഥയ്ക്കൊന്ന് ഭേദം വരുത്തി തരിക. യേശുവിനെ ഉള്ളത്തിൽ കൈക്കൊള്ളുക. ഹല്ലേലൂയ. യേശുവിനെ ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ, അവൻ നിന്റെ കരം പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ ശാപത്തിൽ നിന്ന് വിടുതലായി തീരും. ഹല്ലേലൂയ. നമ്മുടെ ശാപം കാൽവരിയിൽ വഹിച്ചു. ഹല്ലേലൂയ. നമ്മുടെ രോഗം കാൽവരിയിൽ തീർത്തു തന്നു. നമ്മുടെ പാപം കാൽവരിയിൽ തീർത്തു തന്നു. ഇന്ന് സന്ധ്യകൾ ഞാൻ പറയട്ടെ, യേശുവിനെ ഉള്ളവൻ വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം ലോകതരാത്തൊരു സമാധാനം യേശു കർത്താവ് ഞങ്ങൾക്ക് തന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുന്നത്. ദൈവിക സമാധാനത്തോടെ, ദൈവിക സന്തോഷത്തോടെ കർത്താവിനെ ഉയർത്തുവാൻ കിട്ടുന്ന ഒരു സമയം പോലും പാഴാക്കാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കുമുണ്ട് കഷ്ടതകൾ, ഞങ്ങൾക്കുമുണ്ട് ബുദ്ധിമുട്ടുകൾ, ഞങ്ങൾക്കുമുണ്ട് അപമാനങ്ങൾ, ഞങ്ങൾക്കുമുണ്ട് പട്ടിണി. എന്നാൽ ഇതിനൊക്കെ ഹല്ലേലൂയ ആരുടെയും മുൻപിൽ ലജ്ജിപ്പിക്കാതെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ
കർത്താവ് ഞങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് വീണ്ടും പോവാൻ ദൈവം സമ്മതിക്കുകയില്ല, തടവുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. മരണക്കിടക്കയിലായിരുന്നാലും ദൈവം നമ്മെ രക്ഷിച്ചു. യേശുവിന്റെ രക്തം സകലവും പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവസന്നിധി പറയുക, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം സകലവും പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവം ഹല്ലേലൂയ നമുക്കുണ്ട്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, നമ്മൾ ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ മാർത്തയുടെയും മറിയുടെയും ലാസറിന്റെയും കഥ. ഹല്ലേലൂയ. യേശു കർത്താവിന് അറിയാമായിരുന്നു തന്റെ സ്നേഹിതന്റെ ഭവനമാണ്, യേശു കൂടുതലായി സ്നേഹിച്ചൊരു ഭവനമാണ് മാർത്തയുടെയും മറിയുടെയും ഭവനം. അവിടെ തന്റെ സഹോദരൻ ദീനം പിടിച്ചു കിടന്നു. ഹല്ലേലൂയ. രോഗിയായി വിശ്രമിച്ചു. ഇതെല്ലാം യേശു കർത്താവ് അറിഞ്ഞിരുന്നു. എന്നാൽ അവൻ മരിച്ചു. ഹല്ലേലൂയ. മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് യേശു കർത്താവ് അവിടേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. യേശു കർത്താവിന് കൈവിട്ടില്ല. ഹല്ലേലൂയ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് കർത്താവ് ഉയർപ്പിക്കുന്ന ഒരു ദൈവമെന്ന് വെളിപ്പെടുത്തുവാനിടയായി. ഹല്ലേലൂയ. ലാസർ മരിച്ചു. അവനെ ആൾക്കാർ റൂമാൽ കൊണ്ട് ചുറ്റി ഗുഹയിൽ കൊണ്ടടക്കി കല്ലറയിൽ അടക്കപ്പെടുവാനിടയായി. എന്നാൽ ദൈവത്തിന്റെ നാമം അവിടെ വെളിപ്പെടണം, കർത്താവ് ആരെന്ന് അവിടെ വെളിപ്പെടേണ്ടത് ആവശ്യമാകയാൽ കർത്താവ് ഹല്ലേലൂയ ലാസറിന്റെ കല്ലറയ്ക്കൽ ചെല്ലുവാനിടയായി. ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്നിട്ട് ഇപ്രകാരം വിളിച്ചു, ഹല്ലേലൂയ, ലാസറേ പുറത്തു വരിക. ഹല്ലേലൂയ. മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് കർത്താവ് കരം പിടിച്ചപ്പോൾ മരിച്ച ലാസറിനെ ഉയർപ്പിക്കുവാൻ ശക്തനായ ഒരു കർത്താവുണ്ട്. എന്നാൽ ഏതവസ്ഥയിലായിരുന്നാലും നീ മരണത്തിന്റെ വക്കിലാണോ, നീ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. യേശുവേ, എന്റെ അടുക്കൽ ഒന്ന് വരിക, എന്റെ കരമൊന്ന് പിടിക്കുക. ഹല്ലേലൂയ. എന്നെ ഒന്ന് രക്ഷിക്കാം എന്നുള്ള കൊണ്ടേറ്റ് പറഞ്ഞാൽ സ്നേഹസമ്പന്നനായ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ കരം പിടിച്ച് നമ്മളെ ഉയർത്തുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സാന്നിധ്യം ഹല്ലേലൂയ നാം അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് കഷ്ടത വരട്ടെ, പട്ടിണി വരട്ടെ, ആപത്ത് വരട്ടെ, എന്തു വന്നാലും കരം പിടിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-17 വാക്യത്തിലാണ് യേശു ഹല്ലേലൂയ ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്നു. അവനെ റുമാൽ കൊണ്ട് അവനെ മുഴുവൻ തുണി കൊണ്ട് ചുറ്റി, റുമാൽ കൊണ്ട് അവനെ കെട്ടി, കൈകാലുകളെല്ലാം കെട്ടി അവനെ ഗുഹയിലാക്കിയപ്പോൾ ഹല്ലേലൂയ ജനം വിശ്വസിക്കേണ്ടതിന്, കർത്താവിനെ വിശ്വസിക്കേണ്ടതിന് ഹല്ലേലൂയ യേശു അവിടെ നിന്ന് വിളിക്കുകയാണ്, ലാസറേ നീ പുറത്തു വരിക. ഹല്ലേലൂയ. അവൻ ആ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ഒരു ശവം എങ്ങനെ എഴുന്നേറ്റ് വരുന്നു? ഹല്ലേലൂയ. പൊതിഞ്ഞ ചീനയിൽ പൊതിഞ്ഞ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വരുമ്പോൾ ആരെ അവനെ കെട്ടിയോ, ഹല്ലേലൂയ, ആരവന്റെ ശവമഞ്ചത്തിൽ അവനെ ചുറ്റിപ്പിണഞ്ഞു വെച്ചോ അവരെ കൊണ്ട് തന്നെ കർത്താവ് അഴിപ്പിക്കുവാനിടയായി. ആകയാൽ ഏത് കാര്യമായിരുന്നാലും, എത്ര ചുറ്റിക്കെട്ടി നിന്നെ വെച്ചിരുന്നാലും ഹല്ലേലൂയ യേശു നിന്റെ കൈക്ക് പിടിച്ചാൽ ഹല്ലേലൂയ അവൻ നീ സ്വതന്ത്രനാക്കി തീർക്കും. ഹല്ലേലൂയ. ആരും എനിക്ക് വേണ്ടി ഹല്ലേലൂയ പ്രതികാരത്തിനായി മറ്റു ചിന്തകൾക്കായി നിന്നെ ഏൽപ്പിച്ചാലും കർത്താവിനെ നീ ഉള്ളത്തിൽ വിശ്വസിക്കുക. കർത്താവ് നിന്റെ കരത്തിൽ പിടിച്ചാൽ എല്ലാ കെട്ടുകളും അഴിയുവാനിടയായി. നീ രോഗബന്ധനത്തിലാണെങ്കിൽ കർത്താവ് നിന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. നീ പാപത്തിന്റെ പടുകുഴിയിലാണെങ്കിൽ യേശുവിന്റെ രക്തം നിന്റെ സകല പാപങ്ങളെയും ശുദ്ധീകരിച്ച് നിന്നെ സ്വതന്ത്രനാക്കി തീർക്കുവാനിടയായി. ഞാൻ വേഗത്തിൽ പോകട്ടെ. ഹല്ലേലൂയ. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ കാണുവാൻ ഞാൻ പരിചയപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 12 കാണുവാനിടയായി തീരും. സുന്ദരമെന്ന ഗോപുരവാതിലിൽ ഹല്ലേലൂയ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ. വൈദ്യശാസ്ത്രത്തിന് അവനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റൊന്നും കൊണ്ടും അവനെ സൗഖ്യമാക്കുവാൻ കഴിയുന്നില്ല. അവൻ ഭിക്ഷ യാചിച്ചുകൊണ്ട് സുന്ദരം എന്ന ഗോപുര നടുവാതിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ
പത്രോസും യോഹന്നാൻ അവിടെ കടന്നു ചെല്ലുവാനിടയായി. അവൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി അവൻ ഉറ്റുനോക്കുമ്പോൾ യേശു പത്രോസ് പറയണം, യേശുവിന്റെ നാമത്തിൽ നീ നടക്ക. ഹല്ലേലൂയ. അതുവരെ അവനെ കെട്ടിയിട്ടിരുന്നതായ അവന്റെ ആ രോഗബന്ധനം, അവന്റെ ആ മുടന്ത് ഹല്ലേലൂയ അന്ന് മാറുവാനിടയായി. സുന്ദരം എന്ന ഗോപുര നടയിലിരുന്ന ആ മനുഷ്യനെ മറ്റുള്ളവർ കണ്ടപ്പോൾ അവർ പറയാണ്, ഇന്നലെ വരെ ഭിക്ഷയാചിച്ച നടക്കുവാൻ കഴിയില്ലാതെ ഞങ്ങളുടെ ആശ്രയം പറ്റി നിന്ന നീ ഇന്ന് സന്ധ്യയിൽ സന്തോഷത്തോടെ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിന്റെ മുടന്ത് മാറ്റിയിട്ടുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ ഹല്ലേലൂയ നീ തുള്ളിയും ചാടിയും കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. കർത്താവിന് അസാധ്യമായ ഒരു കാര്യമില്ല. നിനക്ക് സാധ്യമായ കാര്യം നീ ചെയ്യുക. കർത്താവ് നമ്മുടെ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഹല്ലേലൂയ നമുക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട്. സാഹചര്യങ്ങൾക്കോ അവസ്ഥകൾക്കോ മാറ്റം വരുത്താത്ത കർത്താവായ യേശു ഹല്ലേലൂയ തന്റെ പരസ്യ ശുശ്രൂഷയിൽ ആരംഭഘട്ടത്തിൽ ആണ് പത്രോസിന്റെ അമ്മാമ്മയുടെ ഹല്ലേലൂയ പനി മാറ്റിക്കൊടുത്തത്. പനി മാറ്റിക്കൊടുക്കുക മാത്രമല്ല, പനിയെ നീ പോ അല്ലെങ്കിൽ 5 ദിവസത്തെ ആന്റിബയോട്ടിക് എഴുതി കൊടുക്കുക മാത്രമല്ല ചെയ്തത്. ഒന്നും ചെയ്തില്ല. അവളുടെ കരം പിടിച്ചു. കരം പിടിച്ചിട്ട് വിട്ടിട്ട് പോവല്ല, പനിയുണ്ടോ നോക്കിയിട്ട് പോയതല്ല, കരം പിടിച്ചവളെ എഴുന്നേൽപ്പിക്കുവാനിടയായി. നമ്മുടെ രോഗാവസ്ഥയിൽ നമ്മുടെ കരം പിടിച്ച് നമ്മളെ ഉയർത്തുന്ന ഒരു യേശു കർത്താവ് നമുക്കുണ്ട്. അവനെ വിശ്വസിക്കുക, അവനായി കാത്തിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമായ കർത്താവ് നമ്മെ ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവം നമുക്ക് പ്രതിഫലം തരും. നിന്റേതായ ബിസിനസ്സിൽ നീ തകർന്നിരിക്കുന്നു, ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നീ ഭാരപ്പെടുന്നു, ദൈവം നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. നീ ദൈവത്തിന്റെ കരത്തിൽ സമർപ്പിക്കുക. ദൈവം നിന്നെ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. പാപത്താൽ എഴുന്നേൽക്കാൻ കഴിയാതെ വന്നാൽ യേശുവിൽ ആശ്രയിക്കുക. അവൻ പാപത്തിൽ നിന്ന് മോചനം തരും. അവൻ നിന്റെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും. ശത്രു നിന്നെ പകയ്ക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ശത്രുക്കളുടെ മുൻഭാഗം മേശയൊരുക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാം. സങ്കീർത്തനം 113 എഴുതിയിരിക്കുന്നു, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. സങ്കീർത്തനം ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 113 സങ്കീർത്തനം 7-ാമത്തെ വചനം ഇങ്ങനെ വായിക്കുന്നു, അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യും. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ദാരിദ്ര്യാവസ്ഥയിൽ നാം കിടന്ന ഒരു കാലഘട്ടമുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഭാരപ്പെട്ട നിമിഷങ്ങളുണ്ട്. നമ്മുടെ പേരൻസ് എല്ലാം ഒരുപാട് കഷ്ടതകളിൽ കടന്നു വന്ന സമയങ്ങളുണ്ട്. കർത്താവിനെ അറിഞ്ഞത് കൊണ്ട്, യേശു കർത്താവിന്റെ മാധുര്യം അറിഞ്ഞത് കൊണ്ട്, യേശു എന്റെ നിന്റെ പാപം പോക്കിയെന്ന് വിശ്വസിച്ചത് കൊണ്ട്, ആ കാൽവരിയുടെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ട്, നമുക്ക് വേണ്ടി അനുഭവിച്ച് യാതനകൾ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ എങ്ങനെ കർത്താവിനെ സ്തുതിക്കാതിരിക്കും? എങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്താതിരിക്കും? ഹല്ലേലൂയ. ഒന്നുമില്ലായ്മ ദൈവം നമ്മെ കൊണ്ടുവന്നു. ശൂന്യതകളിൽ നിന്ന് സകലതും പോക്കി നമ്മളെ വിശാല സ്ഥലത്താക്കിയ ഒരു ദൈവം നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട്. ഇന്ന് സന്ധ്യയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ പറയുക, യേശുവേ എന്റെ അരികിലൊന്ന് വരണമേ, എന്റെ കരങ്ങളിലൊന്ന് പിടിക്കണമേ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു തടസ്സവാദവും പറയാതെ ഏതേലും നമ്മുടെ സമീപത്തിൽ കടന്നു വരുവാൻ ഹല്ലേലൂയ കരുണയുള്ളൊരു പിതാവാണ് നമ്മുടെ യേശു കർത്താവ്. എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്ന ഒരു ദൈവം. സാമ്പത്തിക തകർച്ചയിൽ നീ ആയിരിക്കുന്നുവോ? ഇന്ന് സമയം ഞാൻ വിളിച്ചു പറയാം, കർത്താവിൽ ആശ്രയിക്ക്, കർത്താവിന്റെ കരത്തിൽ നിന്ന് പിടിക്ക്, കർത്താവിന്റെ കരത്തിൽ നിന്ന് പിടിക്കുക.
വിളിക്കുക. നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. കർത്താവ് രക്ഷിതാവായ കർത്താവിനെ ഏറ്റു പറയുമ്പോൾ ദൈവം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിന്റെ ക്രൂസിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്നു. ഇന്ന് സന്ധ്യ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ കിട്ടുന്ന ഒരു സമയം പോലും ഞാൻ പാഴാക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ എന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്ത ഒരു കർത്താവ്. ഹല്ലേലൂയ. എന്റെ കണ്ണിനെ കണ്ണിൽ നിന്ന് വിടുവിച്ച ഒരു കർത്താവ്, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ച ഒരു കർത്താവ്. ഹല്ലേലൂയ. മരണപാശങ്ങളെ ചുറ്റി പാതാള വേദനകളെ പിടിച്ചു, കഷ്ടവും സങ്കടവും ഞാൻ അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമെന്ന് ഞാൻ നിലവിളിച്ചപ്പോൾ അവൻ എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എന്റെ ജീവനെ നാശത്തിൽ നിന്ന് വിടുവിച്ച് ഇന്ന് സന്ധ്യകൾ നിങ്ങളോടൊപ്പമായിരിക്കാൻ സ്വർഗ്ഗം എന്നെ സഹായിച്ചുവെങ്കിൽ ഞാൻ എങ്ങനെ അടങ്ങിയിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സകല ഉലക മഹാന്മാരെല്ലാം മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടപ്പോൾ നമുക്ക് വേണ്ടി ഇന്നും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് ഹല്ലേലൂയ വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത് കടന്നുപോയ ഒരു പ്രിയ പിതാവിന് വേണ്ടി നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. ഹല്ലേലൂയ. എന്തുകൊണ്ട് നമുക്ക് പുകഴുവാൻ, എന്തുകൊണ്ട് നമുക്ക് പ്രശംസിപ്പാൻ? നമുക്ക് തന്ന ശ്വാസം തിരികെ എടുത്താൽ എന്തിനെങ്കിലും നമുക്ക് പ്രശംസിപ്പാൻ വകയുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. നാം പ്രൗഢഗംഭീരത്തോടെ നടക്കുമ്പോൾ, നാം ഏറ്റവും തിലകപ്പിടിപ്പുള്ള കാറുമായി നടക്കുമ്പോൾ, ഞാൻ സുന്ദരനാണ് സുന്ദരിയെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ, സകലത് മടക്കി വാഴുമെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ, നാം നടന്നു പോകുന്ന വേളയിൽ ഹല്ലേലൂയ നമ്മുടെ ശ്വാസം ഒന്ന് എടുത്താൽ നാം എവിടെ പോയിരിക്കും? കൊറോണ വന്ന സമയത്ത് ഒരു ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി പൈസ മുടക്കുവാൻ തയ്യാറായി നിന്നു. എന്നാൽ ഒരു പൈസ പോലും ചിലവഴിക്കാതെ നാം ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു തന്നവൻ ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ ഈ ശ്വാസം തന്നവനെ പുകഴ്ത്താതിരിക്കുന്നത് എങ്ങനെ, സ്തുതിക്കാതിരിക്കുന്നത് എങ്ങനെ? നീ ഓർക്കുക. ഹല്ലേലൂയ. നമ്മുടെ കാറോ, നമ്മുടെ പണമോ, നമ്മുടെ സമ്പത്തോ, നമ്മുടെ ആരോഗ്യ സൗഖ്യമോ കർത്താവിന് വേണ്ട. കർത്താവിന് വേണ്ടത് നീ യേശുവിനെ സമർപ്പിക്കുക. കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. നീ യേശുവിന്റെ പൈതലായി തീരുക. കർത്താവിന്റെ നാമത്തെ ഉയർത്തുക. കർത്താവ് പറയുന്നു, നീ ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷിയായി നിൽക്കുക. എന്റെ സാക്ഷിയായി നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം? ഹല്ലേലൂയ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ഉയർത്തുകൊള്ളുക. അതാണ് എന്റെ സുവിശേഷം. കർത്താവിന്റെ സുവിശേഷത്തെ ഉയർത്തുവാനാണ് ദൈവം നമ്മുടെ കരങ്ങളിൽ പിടിച്ച് നമ്മെ എഴുന്നേൽപ്പിച്ചത്. ദരിദ്രനെ കുപ്പയിൽ ഉയർത്തി ഹല്ലേലൂയ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അങ്ങനെ യേശു ക്രിസ്തു നമ്മുടെ കരത്തിൽ പിടിച്ചാൽ ആരുടെയും മുൻപിൽ നാം ലജ്ജിച്ചു പോകേണ്ട കാര്യമില്ല. ഈ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തും. ഈ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തും. ഇന്ന് കാണുന്ന ഈ സംഭവമല്ല ദൈവം ഇവിടെ ഉയർത്തുന്നത്. കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ബഹുമാന്യ ദേവദാസനെ ദൈവനെ തിരഞ്ഞെടുത്തുമെങ്കിൽ വിശ്വസ്തയോടെ കർത്താവിന്റെ സന്നിധി നിൽക്കുക. ദൈവസന്നിധി താഴ്മയോടായിരിക്കുക. ഹല്ലേലൂയ. എല്ലാ മനോഭാരങ്ങളും മനുഷ്യൻ കെട്ടിയ കെട്ടിനെ ദൈവം അറുത്തു മുറിച്ചിട്ട് കർത്താവിന്റെ കരത്തിൽ പിടിച്ച് നിന്നെ ഉയർത്തുന്നു. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ഹല്ലേലൂയ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആകയാൽ ഹല്ലേലൂയ ദൈവസന്നിധി നമുക്ക് താഴ്മയോടെ ഇരിക്കാം. നമുക്ക് ദൈവസന്നിധി പ്രകാരം പറയാം, യേശുവേ നീ എന്റെ കരത്തിൽ ഒന്ന് പിടിച്ചാൽ ഞാൻ അങ്ങേ ശുശ്രൂഷിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഞാൻ അനേകരെ ശുശ്രൂഷിക്കേണ്ടതാണ്. എന്റെ ഈ അവസ്ഥയ്ക്ക് ഒരു ഭേദം വരുത്തി തന്ന് യേശു നമ്മുടെ കരം പിടിച്ചിരിക്കുന്നു. ഇന്ന് സന്ധ്യങ്ങൾ ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ദൈവം എന്റെ കരം പിടിച്ചത് കൊണ്ട് മാത്രമാണ്, ദൈവം എന്നെ പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങളോടൊപ്പം ദൈവത്തെ ഉയർത്തുവാൻ എന്നെ സഹായിച്ചത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരാജയത്തിൽ വീണകിടക്കുവാനല്ല, അപ്രത്യക്ഷമായ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ പതറിപ്പോകരുത്. നിലച്ചിരിക്കാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ പതറിപ്പോകരുത്. മനുഷ്യൻ എന്ന് പറഞ്ഞുകൊള്ളട്ടെ,
മനുഷ്യൻ കുത്തുവാക്കുകൾ പറഞ്ഞുകൊള്ളട്ടെ. അവിടെയൊക്കെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നിന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരടയാളം. എന്താണ് നന്മയ്ക്കായ അടയാളം? യേശു കർത്താവ് നമ്മുടെ കരങ്ങളിൽ പിടിച്ചാൽ നിന്റെ ഏത് നിർജീവ അവസ്ഥകളെയും മാറ്റി പുതിയൊരു മനുഷ്യനാക്കി തീർക്കും. ഹല്ലേലൂയ. അവിടെയാണ് ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യുന്നത്. ഇനി പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരടയാളം എനിക്ക് തരണം. എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ചതുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ എനിക്ക് ലജ്ജയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ വേളയിൽ അപ്രത്യക്ഷമായ ചില ബുദ്ധിമുട്ടുകൾ, അപ്രത്യക്ഷമായ ചില രോഗങ്ങൾ ഹല്ലേലൂയ കടന്നു വരുമ്പോൾ പതറിപ്പോകരുത്. നീ എഴുന്നേൽക്ക. യേശു അടുത്തു വരും, നിന്റെ കരത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കും. യേശു അടുത്തു വരും, നിന്റെ കരത്തിൽ പിടിച്ച് നിന്നെ എഴുന്നേൽപ്പിക്കും. ആകയാൽ ഇന്ന് പകൽക്കാലം ഒന്ന് പറയാം, യേശുവേ എൻ്റെ അരികിലൊന്ന് വരണമേ, യേശുവേ എൻ്റെ അരികിലൊന്ന് വരണമേ, എൻ്റെ യേശുവേ എൻ്റെ അരികിലൊന്ന് വരണമേ. നീ എൻ്റെ കൈ പിടിച്ചെന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ. എത്ര പേർ സമർപ്പിക്കുന്നു? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ ഇന്ന് പകൽക്കാലം കിടക്കയിലായിരിക്കുന്നുവോ? ആ കിടക്കയിൽ കിടന്നുകൊണ്ടെന്ന് പറയുക, യേശുവേ ഒന്നടുത്ത് വരിക, എന്റെ കരം ഒന്ന് പിടിക്കുക. ഹല്ലേലൂയ. നിന്നെ മരണത്തിൽ നിന്ന് നീക്കുപോക്ക് തരുന്ന ദൈവം നിന്നെ രക്ഷിക്കും. രോഗത്തിൽ നിന്ന് നീക്കുപോക്ക് തരുന്ന ദൈവം നിന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. മനോഭാരത്തോടായിരിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ നിന്നെ രക്ഷിക്കും. മക്കളെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. അവൻ നിന്നെ കൈ പിടിച്ചുയർത്തും, നിന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. എഫെസ്യ ലേഖനത്തിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എഫെസ്യരിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവം നിങ്ങളെ ഉയർപ്പിച്ചിരിക്കുന്നു. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ ദൈവസന്നിധിയിൽ പറയട്ടെ, അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി അവൻ അവരെ ശുശ്രൂഷിച്ചു. ഇന്ന് സന്ധ്യയെങ്കിൽ നമ്മുടെ ഏതവസ്ഥയിൽ ആയിരുന്നു ആ അവസ്ഥയിൽ നിന്ന് യേശു നമ്മുടെ അരികിൽ വന്ന് നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നു, യേശു കരം പിടിച്ച് കഴിഞ്ഞ് പിന്നെ നാം അവിടെ ഇരിക്കുന്നവരല്ല, അവരെ ശുശ്രൂഷിക്കുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. ആകയാൽ ഇന്ന് സന്ധ്യയെങ്കിൽ ഞാൻ ദൈവമക്കളോട് ആഹ്വാനം ചെയ്ത്, യേശുവിൻ്റെ കരം പിടിച്ചിരിക്കുന്നു. നീ ദൈവത്തിനായി സമർപ്പിക്കുക, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ മുന്നേറുക. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ നാമത്തെ നമുക്ക് ഉദ്ധരിച്ച് ഘോഷിച്ചുല്ലസിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആർപ്പോടെ ഘോഷിക്കാം. കർത്താവിൻ്റെ പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു, ഇത്രമാ സ്നേഹത്തെ
കണ്ടുപിടിച്ചിട്ടുണ്ട്. നീ ആരുടെയും മുൻപിൽ ലജ്ജിച്ചു പോകാതെ കർത്താവ് നമ്മെ പരിപാലിക്കും. ആകയാൽ കർത്താവിനെ ഹൃദയത്തിലേറ്റ് കർത്താവിൻ്റെ രക്ഷിതായുമായവനെ സ്വന്തം ഹൃദയത്തിലേറ്റുകൊണ്ട് യേശു മാത്രം കർത്താവിന് വാഴ്ത്തിപ്പാട്ടുന്നു. നമുക്ക് ഏവർക്കും കർത്താവിൻ്റെ പേരിൽ മുന്നിലാണ് യുവജനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കരുണയുള്ള കർത്താവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, നല്ലൊരു രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ ഹല്ലേലൂയ. കർത്താവേ, ഈ സമയം അത്രയും അപ്പാ നിന്റെ ജീവന്റെ വചനം ഞങ്ങളെ കേൾപ്പിച്ചതിന് ഞങ്ങൾ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അപ്പാ ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും നാഥൻ്റെ മുറിഞ്ഞകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പാ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ആശ്വസിപ്പിക്കുന്ന കരം, സൗഖ്യമാക്കുന്ന കരം ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പാ ഞങ്ങളെ സന്ദർശിപ്പാൻ അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അപ്പാ ഈ സമയം അത്രയും അവിടെ നിന്ന് ഞങ്ങളോട് ചന്തമായി ഇടപെട്ടതിന് നന്ദി. കർത്താവേ, പ്രിയ ദൈവത്തിന്റെ മൈതലിനെ നീ എടുത്ത് ഉപയോഗിച്ചതിന് നന്ദി. അപ്പാ ഹല്ലേലൂയ. നിന്റെ മകളുടെ നാവിൽ കൂടി അവിടെ ഈ സമയം അത്രയും ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. അപ്പാ ഹല്ലേലൂയ. അപ്പാ തുടർന്നുള്ള സമയവും സ്വർഗത്തിന്റെ ആലോചന ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് കടന്നു വന്ന ഓരോരുത്തരുടെ മേലും നിന്റെ ആണിപ്പാടുള്ള കരം വെക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് വന്നത് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി പോകുവാൻ സ്വർഗത്തിലെ ദൈവമേ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും അപ്പാ നിന്റെ അത്ഭുതകരമായ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരായിരിക്കുന്നതായ സ്ഥലങ്ങളിലേക്ക് കർത്താവേ നിന്റെ ആണിപ്പാടുള്ള കരം താണു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗത്താലും ഭാരത്താലും വരഞ്ഞു കഴിയുന്നവർക്ക് കർത്താവേ അത്ഭുതകരമായ സൗഖ്യം അവിടുന്ന് ഈ സമയം അവിടുന്ന് റിലീസ് ചെയ്യണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. അപ്പാ അതിന്റെ സർജറികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ അപ്പാ ക്യാൻസലായി പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ചില രോഗികൾ സൗഖ്യമാവട്ടെ. അപ്പാ ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് നന്ദി. കർത്താവേ, തുടർന്നുള്ള സമയവും സ്വർഗത്തിലെ അപ്പം ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ആലോചന ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെ എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടിയങ്ങൾക്കായി ജീവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. കൃപയുടെ വാതിലിതാ മുട്ടുവാൻ തുടങ്ങുന്നു. കൃപയുടെ വാതിലിതാ മുട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. കപ്പലിലുറങ്ങിടുന്ന യോനായെ പോലുള്ളോരേ, കപ്പലിലുറങ്ങിടുന്ന യോനായെ പോലുള്ളോരേ, എത്ര നാളുറങ്ങിടും കർത്താവിപ്പോൾ വന്നിടും. എത്ര നാളുറങ്ങിടും കർത്താവിപ്പോൾ വന്നിടും. ലോകമായ കപ്പലിതാ താഴുവാൻ തുടങ്ങുന്നു. ലോകമായ കപ്പലിതാ താഴുവാൻ തുടങ്ങുന്നു. ഉറങ്ങുന്ന സോദരരെ നിദ്ര വിട്ടുണരുവേ. ഉറങ്ങുന്ന സോദരരെ നിദ്ര വിട്ടുണരുവേ. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ. അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നുമില്ല. അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നുമില്ല. കൃപയുടെ വാതിലിതാ മുട്ടുവാൻ തുടങ്ങുന്നു. കൃപയുടെ വാതിലിതാ മുട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. ദൈവത്തിന്റെ ധന്യതിരുനാമം
നമ്മൾ നാളുകളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർഗരാജ്യത്തെ കുറിച്ചാവുന്നു. സ്വർഗരാജ്യം എന്താണ് പ്രിയപ്പെട്ടവരെ? സ്വർഗരാജ്യം നമ്മുടെ ദൈവം, പിതാവാം ദൈവവും പുത്രനാം ദൈവവും പരിശുദ്ധാത്മാവാം ദൈവവും വാഴുന്നതായ ആ സ്ഥലമാണ് സ്വർഗരാജ്യം. സ്വർഗം ഈ പദം ഉച്ചരിക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ശക്തമായ ചില ചലനങ്ങൾ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നാവ് തുറന്നത് പറയാമോ? സ്വർഗം, ഹെവൻ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ ഭൂമിയും അതിനോടനുബന്ധിച്ച് കോടാനുകോടി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നക്ഷത്ര ഗോളങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം അപ്പുറേ ഒരു സ്വർഗരാജ്യം നമുക്കുണ്ട് എന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യം നമ്മുടെ ദൈവം വാഴുന്ന രാജ്യമാണ് സ്വർഗരാജ്യം. സ്വർഗത്തെക്കുറിച്ച് നാം പാടുന്നുണ്ട്. സ്വർഗത്തെക്കുറിച്ച് നാം ചില ദൂതുകൾ കേൾക്കുന്നു, സന്ദേശങ്ങൾ കേൾക്കുന്നു, സ്വർഗത്തെ സ്നേഹിക്കുന്നു. ഒരിക്കൽ നാം അവിടേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതെ പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയാൽ നാം എവിടെ എത്തണം? നാം നമ്മുടെ അപ്പൻ്റെ രാജ്യത്തിൽ എത്തണം. പ്രിയപ്പെട്ടവരെ, അപ്പൻ വസിക്കുന്ന സ്ഥലമാണ് സ്വർഗരാജ്യം. നാം പാടാറുണ്ട്, ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എന്നുള്ള ഗാനം. നമുക്ക് ചേർന്ന് പാടാം. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എന്റെ ഭാഗ്യനാട്ടിൽ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരുത്തു ഞാൻ, യേശുവെ വാഴ്ത്തിയിടുമേ. സ്വർഗഭാഗ്യം ഓർക്കുമ്പോ എന്റെ ഉള്ളവാനന്ദിക്കുന്നേ. സ്വർഗഭാഗ്യം ഓർക്കുമ്പോ എന്റെ ഉള്ളവാനന്ദിക്കുന്നേ. തുള്ളിക്കളിച്ചെന്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. തുള്ളിക്കളിച്ചെന്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരുത്തു ഞാൻ, യേശുവെ വാഴ്ത്തിയിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരുത്തു ഞാൻ, യേശുവെ വാഴ്ത്തിയിടുമേ. ഓരോ ദിവസവും ഞാൻ എന്റെ പ്രിയനെ നോക്കിക്കൊണ്ട്, ഓരോ ദിവസവും
നമ്മുടെ ഏറ്റവും അടുത്ത സ്ഥിതി ഏരിയയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള വ്യക്തിപരമായ ബന്ധത്താൽ സ്വർഗം തികച്ചും ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. അതെ, കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് നമുക്കൊരു വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ നമുക്ക് സ്വർഗം വളരെ യഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. എങ്ങനെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവുമായി നമുക്ക് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടോ, അവനെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അവൻ 2025 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ കടന്നു വന്നു, മനുഷ്യനായി അവതാരം ചെയ്തു, ബേത്ലഹേമിൽ അവൻ ജനിച്ചു പ്രിയപ്പെട്ടവരെ. അവൻ തൻ്റെ 33 വയസ്സുകാലം അവൻ ഈ ഭൂമിയിൽ അവൻ്റെ പരസ്യ ശുശ്രൂഷ ചെയ്തു പ്രിയപ്പെട്ടവരെ. നല്ല യൗവന പ്രായത്തിൽ അവനെ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അവനെ അടക്കി. 3-ാം ദിവസം അവൻ കല്ലറകളെ തട്ടി തകർത്ത് അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ. അവൻ ഇന്നും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. അവൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അരികിലേക്ക് അയച്ചിരിക്കുകയാണ്. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെയാണ് നമ്മുടെ അരികിലേക്ക് അയച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ആ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണ് നാം ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം എന്താണ് അവിടെ വായിച്ച് കേൾക്കുന്നത്? ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. എന്താണ് വായിച്ചു കേട്ടത്? I press on towards the goal to win the prize for which God has called me heavenwards in Christ Jesus. എന്താണ് പ്രിയപ്പെട്ടവരെ നാം കേട്ടത്? ഒന്ന് ഞാൻ ചെയ്യുന്നു, ഒന്ന് നാം ചെയ്യണം പ്രിയപ്പെട്ടവരെ. എന്താണ് ചെയ്യേണ്ടത്? പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, പിമ്പിലുള്ളതെല്ലാം മറക്കുവാൻ പ്രിയപ്പെട്ടവരെ. പിമ്പിലുള്ളത് കഴിഞ്ഞതെല്ലാം മറക്കുക, മുമ്പിലുള്ളതിനെ നോക്കുക പ്രിയപ്പെട്ടവരെ. ഒരു ഓട്ടക്കളമാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, ഒരു ഓട്ടം മത്സരം നടക്കുമ്പോൾ അവന്റെ ലക്ഷ്യം ആ ലക്ഷ്യസ്ഥാനത്തായിരിക്കും ആ ഓടുന്നവന്റെ. അപ്പോൾ മറ്റൊന്നും അവനെ ചിന്തിക്കില്ല. അവിടെ എന്തെല്ലാം കൊണ്ടുപോയി ഇട്ടാലും അവനെ അത് ബാധകമായിരിക്കില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ലാക്ക് ഏതാണ് പ്രിയപ്പെട്ടവരെ? സ്വർഗമാണ് നമ്മുടെ ലാക്കെങ്കിൽ നമ്മൾ ഓടി വിരുദ് പ്രാപിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ. അത് പറയുകയാണ്, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അതെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ലാക്കുണ്ട്. നമ്മൾ എത്ര കാലം ഓടുന്നു പ്രിയപ്പെട്ടവരെ? നമുക്ക് സ്വർഗത്തിലെ ദൈവം ആയുസ്സ് തന്നിരിക്കുന്നിടത്തോളം കാലം ഓടണം പ്രിയപ്പെട്ടവരെ. ഈ ഓട്ട മത്സരം ഒരു ദിവസത്തേക്കുള്ളതല്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് എത്ര കാലം സ്വർഗത്തിലെ ദൈവം ആയുസ്സ് തരുന്നുവോ അത്രയും നാൾ നാം ഓടേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. എവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലക്ഷ്യം? സ്വർഗരാജ്യം ലക്ഷ്യമാക്കണം പ്രിയപ്പെട്ടവരെ. ഇവിടെ നിന്ന് കടന്നു പോയാൽ നാം നമ്മുടെ അപ്പന്റെ രാജ്യത്തിൽ എത്തിച്ചേരണം പ്രിയപ്പെട്ടവരെ. അതാണ് നാം വായിച്ചു കേട്ടത്. പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു പ്രിയപ്പെട്ടവരെ. നമുക്കും അവന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഓടാം പ്രിയപ്പെട്ടവരെ ലാക്കിലേക്ക്. വീണ്ടും നമുക്ക് വായിച്ചു കേൾക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറയായി മഹത്വമുണ്ടാകട്ടെ, ആമേൻ എന്ന്. അതെ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ, ആമേൻ എന്ന് പ്രിയപ്പെട്ടവരെ. Now to him who is able to do immeasurably more than all we ask or imagine, according to his power that is at work within us, to him be glory in the church and in Christ Jesus throughout all generations forever and ever, amen. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുകയാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം 14-ാം വാക്യം മുതൽ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ
പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ ഞാൻ വായിച്ചു കേട്ടത്? ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്ന്. അതെ, സ്വർഗത്തിലൊരു പിതാവാം ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ പിതാവിൻ്റെ സന്നിധിയിൽ നാം മുട്ടുകുത്തണം. നാം കുടുംബമായി മുട്ടുകുത്തണം എന്നാണ് ഇവിടെ കാണുന്നത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും. ഹല്ലേലൂയ. സ്വർഗത്തിലുള്ള കുടുംബം നാം കുടുംബമായി വേണം എവിടെ ചെല്ലാൻ പ്രിയപ്പെട്ടവരെ? സ്വർഗത്തിൽ ചെല്ലുവാൻ. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ഒരു അകത്തെ മനുഷ്യനുണ്ട്. എത്ര പേർക്കറിയാം ഈ അകത്തെ മനുഷ്യനെ? പ്രിയപ്പെട്ടവരെ, നാം ഈ പുറമെ കാണുന്ന ഈ മനുഷ്യനല്ല, നമ്മുടെ ഉള്ളിൽ കാണുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഈ പുറമേയുടെ കൂടാരം ഇവിടെ ഇട്ടിട്ട് നാം മരണം വഴിയായി അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ രൂപാന്തരം പ്രാപിച്ച് നമ്മുടെ ഉള്ളിലെ അകത്തെ മനുഷ്യൻ പുറത്തു കിടക്കും പ്രിയപ്പെട്ടവരെ. അപ്പോൾ ആ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടതിന് പിതാവിൻ്റെ സന്നിധിയിൽ അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അതേ പ്രിയപ്പെട്ടവരെ, അകത്തെ മനുഷ്യന് ബലമുണ്ടോ? അകത്തെ മനുഷ്യന് ജീവനുണ്ടോ? പ്രിയപ്പെട്ടവരെ, അകത്തെ മനുഷ്യന് ജീവനുണ്ടോ? ഹല്ലേലൂയ. നമുക്കൊന്ന് പരിശോധിക്കാം പ്രിയപ്പെട്ടവരെ, എൻ്റെ അകത്തെ മനുഷ്യന് ജീവനുണ്ടോ എന്ന്. ദൈവത്തിൻ്റെ ബലപ്പെടുത്തേണ്ടതിന് എന്നാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അപ്പോൾ നിന്റെ ആത്മാവിനാൽ, നിന്റെ പരിശുദ്ധ ആത്മാവിനാൽ ഞങ്ങളുടെ ഉള്ളത്തെ ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. പിതാവിനോട് പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ആത്മാവിനാൽ ഒന്ന് ബലപ്പെടുത്തണമേ എന്ന്. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. അതെ, ക്രിസ്തു എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത്? വിശ്വാസത്താലാണ് പ്രിയപ്പെട്ടവരെ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം വരം നൽകുകയാണ്. എന്ത് വരമാണ് നൽകുന്നത്? വിശ്വാസം എന്ന വരം. വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ആര് വസിക്കും? പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു വസിക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശുവിൻ്റെ ഈ ഹൃദയത്തിനുള്ളിൽ വസിക്കണമെന്ന്? നിങ്ങൾ വിശ്വസിച്ചാൽ അവൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കാമെന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. വിശുദ്ധന്മാരോട് കൂടി ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നുവെന്ന്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറയായി മഹത്വമുണ്ടാകട്ടെ. ആമേൻ എന്ന്. ഹല്ലേലൂയ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്തു തരാമെന്ന് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം നമ്മെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്നോട് ദൂത് പറയട്ടെ, നിന്റെ ഹൃദയത്തിൽ എന്താഗ്രഹമുണ്ടെങ്കിലും നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്തു തരുവാൻ നമ്മുടെ പിതാവാം ദൈവത്തിന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, പുത്രന്റെ നാമത്തിൽ നാം എന്തപേക്ഷിച്ചാലും അവൻ നമുക്ക് ചെയ്തു തരും. അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മിൽ വസിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. എത്ര പേര് അകത്തെ മനുഷ്യനെ ഒന്ന് തിരിഞ്ഞ് കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? ഈ സമയം ഹല്ലേലൂയ, നമ്മുടെ അകത്തെ മനുഷ്യനിലേക്ക് നമുക്കൊന്ന് നോക്കാം പ്രിയപ്പെട്ടവരെ. എൻ്റെ ഉള്ളിലെ മനുഷ്യൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പാ, നീ ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ കാണുവാൻ ഞങ്ങളുടെ അകക്കണ്ണുകളെ തുറന്നു തരണമേ അപ്പാ. ഹല്ലേലൂയ. അപ്പാ, നീ കാണുന്നത് പോലെ തന്നെ ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ കാണുവാൻ സ്വർഗത്തിലെ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. അപ്പാ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ഞങ്ങളൊന്ന് കാണട്ടെ അപ്പാ. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പാ, ഞങ്ങളുടെ അകത്തെ മനുഷ്യന് നീ ജീവൻ നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞാൻ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനുമായിട്ടത്രേ യേശു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിലെ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ മനുഷ്യാത്മാവ്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യാത്മാവിനെ വീണ്ടെടുക്കുവാൻ പരിശുദ്ധാത്മാവാം ദൈവം ഈ സമയം കടന്നു വരികയാണ്. ഹല്ലേലൂയ. നീ ആഴമുള്ള കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലുമാണെങ്കിൽ ഹല്ലേലൂയ, നിന്റെ കരമുയർത്തി ഒന്ന് നിലവിളിച്ചാൽ ഹല്ലേലൂയ, യേശുവേ എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ
ഹല്ലേലൂയ. അവൻ തൻ്റെ ആണിപ്പാടുള്ള കരം താണുവന്ന് ഹല്ലേലൂയ. നീ കിടക്കുന്ന കുഴിയിലേക്ക് നീ ഇറങ്ങി വന്ന് ഹല്ലേലൂയ. നിന്റെ ആത്മാവിൻ്റെ കരം പിടിച്ച് ഹല്ലേലൂയ. അവൻ ഉറപ്പുള്ള പാറമേൽ നിന്ന് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. നിന്നെ ക്രൂശിന്റെ ചുട്ടിലേക്ക് കൊണ്ടുപോകാൻ അവൻ ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ. അവൻ അവിടെ രക്തം പകർന്നിട്ടുണ്ട് ഹല്ലേലൂയ. നിന്നെ കഴുകാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, നാളുകളായി എൻ്റെ അകത്തെ മനുഷ്യനൊന്ന് കുളിച്ചിട്ട്. നാം പുറമെയുള്ള ശരീരം നിരന്തരം കുളിക്കുന്നവരാണ്, എന്നാൽ അകത്തെ മനുഷ്യനൊന്ന് കഴുകിയിട്ട് എത്ര നാളായി പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ. ഇതുവരെയും നിന്റെ അകത്തെ മനുഷ്യനെ കുളിപ്പിച്ചിട്ടില്ല എങ്കിൽ യേശുവിൻ്റെ രക്തമുണ്ട് ഹല്ലേലൂയ. നീ ക്രൂശിന്റെ ചുട്ടിലേക്ക് നിന്നെ കൊണ്ടുപോവുകയാണ് പരിശുദ്ധാത്മാവ്. നിന്റെ ആത്മാവിനെ ഇന്ന് കൊണ്ടുപോവുകയാണ് ഹല്ലേലൂയ. എന്തിനാണ് ഹല്ലേലൂയ? അവനെന്ന് കഴുകാൻ പദ്ധതിയുണ്ട് ഹല്ലേലൂയ. യേശു തന്റെ രക്തം പകരുകയാണ് ഹല്ലേലൂയ. യേശു നമ്മുടെ ആത്മാവിലേക്ക് അവൻ്റെ ജീവൻ പകരുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ. അവൻ്റെ രക്തത്തിലല്ലോ ജീവൻ അടങ്ങിയിരിക്കുന്നത് അപ്പാ ഹല്ലേലൂയ. ഇന്നിവിടെ കിടന്ന് വന്നിരിക്കുന്ന ഓരോ ആത്മാക്കളും ഹല്ലേലൂയ സ്വർഗത്തിൻ്റെ ജീവൻ പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ ഞങ്ങൾക്ക് ഇന്നിവിടെ നിന്ന് പോകണം അപ്പാ ഹല്ലേലൂയ. വേറെ കൂടുതലായിട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ ഉള്ളിലെ ആത്മാവിന് സ്വർഗത്തിൻ്റെ നിത്യജീവൻ വേണം അപ്പാ ഹല്ലേലൂയ. ഞങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ജീവൻ വേണം ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പാ ഞങ്ങളുടെ മേൽ ജീവജലം തളിക്കണമേ അപ്പാ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുത്തെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ മേൽ തളിക്കണമേ ഹല്ലേലൂയ. ഇന്നിവിടെ കിടന്ന് വന്നിരിക്കുന്ന ഓരോ ആത്മാക്കളെയും ഹല്ലേലൂയ 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 അപ്പാ ഹല്ലേലൂയ അവിടുത്തെ ജീവൻ പകരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ. യേശുവിൻ്റെ ജീവൻ ഞങ്ങളിലേക്ക് പകരട്ടെ ഹല്ലേലൂയ. അവിടുത്തെ അവസാനത്തുള്ളി രക്തം വരെയും ഞങ്ങൾക്ക് വേണ്ടി ഊറ്റി തന്നല്ലോ അപ്പാ ഹല്ലേലൂയ. ക്രൂശിൽ അവസാനത്തുള്ളി ചോര വരെയും ഊറ്റി തന്നു യേശു ഹല്ലേലൂയ. അവൻ്റെ കൈകൾ രണ്ടിലും കാലിലും പാണികൾ അടിയേറ്റു ഹല്ലേലൂയ. അവൻ്റെ ഹൃദയത്തിലേക്ക് കുന്തം കണ്ട് കുത്തി ഹല്ലേലൂയ. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അവൻ വിരൂപനായി കിടക്കുന്നു ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ട മകനെ മകളെ? നിനക്ക് അവൻ ജീവനാണ് പകർന്നു തന്നത്. യേശുവിൻ്റെ ജീവനാണ് നിനക്ക് നൽകുന്നത് ഹല്ലേലൂയ. നിന്റെ പാപങ്ങളെല്ലാം അവൻ്റെ മേലാക്കപ്പെട്ടു ഹല്ലേലൂയ. നിന്റെ പാപങ്ങളും ശാപങ്ങളും നിന്റെ ദാരിദ്ര്യങ്ങളും നിന്റെ രോഗങ്ങളും ഹല്ലേലൂയ സകലം നിനക്ക് അവൻ്റെ മേലിലേക്ക് ഇടാം പ്രിയപ്പെട്ടവരെ. നിന്റെ സകല ഭാരങ്ങളും അവൻ്റെ മേലിൽ ഇടാം ഹല്ലേലൂയ. അവൻ നിന്നെ ചുമന്നു കൊള്ളാമെന്ന് ഹല്ലേലൂയ. ലോകാവസാനത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ ഹല്ലേലൂയ അവൻ ഇന്ന് നമുക്ക് സമൃദ്ധിയായ ജീവൻ തരികയാണ്. ആ ജീവനോടുകൂടി വേണം പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വർഗ്ഗരാജ്യത്തേക്ക് കടന്നു ചെല്ലുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ അപ്പാ ഹല്ലേലൂയ. അപ്പാ ഇന്ന് ഞങ്ങൾക്ക് നീ ജീവൻ നൽകണമേ. നമുക്ക് ചേർന്ന് പാടണം പ്രിയപ്പെട്ടവരെ. ആ സ്വർഗത്തിൻ്റെ ജീവൻ നമ്മളിലേക്ക് പകരണം. എന്താണ് നാം ചേർന്ന് പാടാൻ പോകുന്നത്? ഹല്ലേലൂയ ഹല്ലേലൂയ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ത്രാണി പോയിട്ടും ചോര വാർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട് നിൽക്കുകയാണല്ലോ. ത്രാണി പോയിട്ടും ചോര വാർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട് നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടോ നിൽക്കും കുഞ്ഞാടേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. മുൾമുടി ചൂടി
നിന്റെ ആണിപ്പാടകരമ നിങ്ങൾ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെല്ലാം നമ്മൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടിയൻകായി ജീവിതം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പെരുമാറാണ് പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ എന്നുമെന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ.